ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് 1999 മോഡൽ ടൊയോട്ടയുടെ ഒരു റയർ വാഹനമാണ്. കാരണം നമ്മളെ ഇന്ത്യയിൽ റയറായിട്ടുള്ള ഒരു വാഹനമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ടൊയോട്ട RAV4 എന്ന് പറഞ്ഞ ഒരു മോഡലാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് 1999 മോഡലാണ്. ഇത് ഒട്ടേറെ ലക്ഷറി ഫീച്ചേഴ്സും കാരണം വരുന്ന ഒരു ഇമ്പോർട്ടഡ് ഫ്രം ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് പലരും ആദ്യമായിട്ടായിരിക്കും ഈ വാഹനം കാണുന്നതെന്ന് അറിയാം. അപ്പോൾ ഇതാണ് RAV4 എന്ന് പറയുന്ന വാഹനം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കണ്ട ആൾക്കാരാണ് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരെ വീഡിയോ കിടക്കാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് 1999 മോഡല് ടൊയോട്ട RAV4 എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതൊരു SUV ആണെന്ന് വെച്ചാൽ SUV അല്ലേനും മിഡ് സൈസ് SUV എന്ന് പറയാം. ആ രീതിയിലുള്ള സൈസാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. നമ്മളെ RAV4 എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സൈസായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും വീഡിയോയിലും ഫോട്ടോയിലൊക്കെ ഭയങ്കര സൈസാണെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഒരു കുഞ്ഞൻ, അത്ര കുഞ്ഞനല്ല എന്നാലും ഒരു SUVയുടെ ഒരു അനിയനായിട്ട് വരുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലുക്ക് വന്നിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ ഇത് ഇമ്പോർട്ടഡ് വാഹനമാണ്, ജപ്പാൻ ഇമ്പോർട്ടഡ് ആണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റീസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ കുറേ ലക്ഷറി ഫീച്ചേഴ്സാണ്, അന്നത്തെ ഒരു ലക്ഷറി ക്രോസ് ഓവർ എന്ന് പറയാം. ആ രീതിയിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. ഇത് നമ്മളെ ഇന്ത്യയുടെ നിരത്തുകളിൽ വളരെ റയറായിട്ട് നമുക്ക് ഈ ഒരു വാഹനം കാണാൻ പറ്റുള്ളൂ എന്ന് പറയാം. ലിമിറ്റഡ് ആയിട്ടുള്ള വാഹനമേ ഉള്ളൂ കേരളത്തിലായാലും. അപ്പോൾ അതിൽ പോലും ഇത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. കാണിച്ചാൽ അത്രയും പഴക്കമുള്ള വണ്ടിയാണെന്ന് ഒരിക്കലും ഇത് കണ്ടാൽ പറയില്ല. അത് ഇൻറ്റീരിയർ ആയിക്കോട്ടെ എക്സ്റ്റീരിയർ ആയിക്കോട്ടെ അതിൻ്റെ ക്വാളിറ്റി എടുത്ത് പറയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ആരും തന്നെ നോക്കുകയാണെങ്കിൽ നമ്മളെ ഡിസൈൻസൊക്കെ പല സൈഡുകളായിട്ട് നമുക്ക് പല ടൊയോട്ടയുടെ വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യാൻ തോന്നുന്നുണ്ട്. ചില സൈഡിൽ നമുക്ക് ലാൻഡ് ക്രൂസറിൻ്റെ ചെറിയ ടച്ച് ഉണ്ട്. ഒരു കുഞ്ഞ് ലാൻഡ് ക്രൂസർ എന്നൊക്കെ വേണമെങ്കിൽ പറയട്ടോ, ആ രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ തന്നെ വരികയാണെങ്കിൽ ബോണറ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഡിസൈനിങ് പാറ്റേൺ ഒരു ഡിഫറെൻ്റ് ആണെന്ന് പറയാം. ഇവിടെ ഒരു താഴ്ന്ന രീതിയിൽ നോർമലി നമുക്ക് ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ ഇവിടെ ബോണറ്റ് പൊങ്ങിക്കാണ്ടാണ് വരാറ് ഈ ഒരു ഡിസൈൻ പാർട്ട്. പക്ഷേ ഇത് താഴ്ന്നുകാണ്ടുള്ള രീതിയിലുള്ള ഒരു ഡിസൈനാണ്. അതൊരു ഹൈലൈറ്റഡ് ആണെന്ന് പറയാം. ഒരു ഡിഫറെൻറ്റ് ഡിസൈനാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഡുവൽ ചേമ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ്. രണ്ടും ഹാലജനാണ് വന്നിട്ടുള്ളത്, പ്രൊജക്ടറോ കാര്യങ്ങളൊന്നുമല്ല. പിന്നെ നോക്കണം 99 മോഡലാണ്. അന്നത്തെ കാലത്തുള്ള ഫീച്ചേഴ്സ് പറയുമ്പോൾ കിടിലാണെന്ന് പറയാം. അപ്പോൾ ഇത്ര നമുക്ക് ഒരു ഹെഡ്ലൈറ്റ് പറയാനുള്ളത്. ഇൻഡിക്കേറ്റർ, ഫോഗ് ലാമ്പ് ഈ രണ്ടും നമുക്ക് ബമ്പറിലാണ് വന്നിട്ടുള്ളത്. ബമ്പർ നോക്കുകയാണെങ്കിൽ ഒരു മെറ്റലിന് തോന്നുന്ന രീതിയിലുള്ള അത്രയും ക്വാളിറ്റി മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സെൻട്രലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ടൊയോട്ടയുടെ ബ്രാൻഡിങ് കാണാൻ പറ്റും. അതേപോലെ തന്നെ നല്ല ഓപ്പൺ ആയിട്ടുള്ള വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത്, എയർ കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. താഴ്ത്തി വരികയാണെങ്കിൽ നമുക്കൊരു സ്കിപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു SUV എന്ന് പറയുന്നത് ആ ഒരു ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലായിട്ട് വരികയാണെങ്കിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് വീലാണ്. വണ്ടിയേക്കാൾ വലുപ്പമാണ് വീൽ എന്ന് പറയാം. എന്നുവെച്ചാൽ വണ്ടിയുടെ സൈസിന് ഓവർ സൈസിലാണ് നമുക്ക് ഈ ടയേഴ്സ് എന്ന് പറയാം. പക്ഷെ അത് ഭയങ്കര ഒരു വലുപ്പം തോന്നിക്കുന്നുണ്ട് വണ്ടി. ആ ടയർ വലുതായതുകൊണ്ടാണ്. ചെറിയ ടയേഴ്സാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ വണ്ടി ഇത്ര വലുപ്പം തോന്നിക്കൂല. അപ്പോൾ ടയേഴ്സിനും വലിയ പ്രാധാന്യമുണ്ട് ഈ വണ്ടിയുടെ സൈസ് മെഷർ ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പോൾ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ ഇത് നമ്മളെ ഹാൻകോക്കിൻ്റെ ടയേഴ്സാണ്. നമ്മൾ ഓഫ് റോഡ് വണ്ടിയിലൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ നല്ല കട്ടുള്ള ടയർ ഉണ്ടല്ലേ, ആ ഒരു ബ്രാൻഡിൻ്റെ ടയേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 235, 17 and 16 ഇഞ്ച് ടയേഴ്സാണ് വന്നിട്ടുള്ളത്. റിംസ് അടക്കം ആ ബ്രാൻഡ് അന്നത്തെ ക്വാളിറ്റി റിംസാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ നമുക്ക് ടൊയോട്ടയുടെ ബ്രാൻഡിങ് കാണാൻ പറ്റുന്നുണ്ട്. മറ്റേ ഒരു ക്രോമിയം ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ സ്റ്റീൽ ഫിനിഷിങ്ങിലാണ്, സ്റ്റീലായിട്ടാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. അത് നമ്മളെ എനിക്ക് തോന്നുന്നു നമ്മളെ നമ്മുടെ നാട്ടിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സുമോൻ്റെ ഒക്കെ ഒരു ടച്ചിലുള്ള എന്താ പറയുക, ഒരു വീൽ കപ്പ് കാര്യങ്ങൾ റിമ്മ് കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുള്ളതെന്ന് പറയാം. സൈഡിലായിട്ട് വരാൻ സൈഡിൽ നമുക്ക് പ്ലാസ്റ്റിക് ക്ലാഡിങ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു സംഭവം പ്ലാസ്റ്റിക് ക്ലാഡിങ് ആണ്, കാണാൻ പറ്റുന്നത് പ്ലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത്. സൈഡിലായിട്ട് വരാൻ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ചെറിയ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. മിറർ നോക്കുകയാണെങ്കിൽ നമ്മളെ ഇവിടെ എവിടെയും കാണാത്തൊരു ഡിസൈനിലുള്ള ഒരു മിറർ പറയാം. ഈ ഒരു ഷേപ്പൊക്കെ ഒരു പ്രത്യേക ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറയാം. അത് ബോഡി കാർഡായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. സൈഡ് പാനൽസൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ സൈഡ് വ്യൂ വന്നിട്ടുള്ളത്. ഈ വണ്ടിയുടെ ഒരു ബാക്കിലോട്ട് വരുമ്പോൾ ഒരു SUV ഫീലൊക്കെ തരുന്നുണ്ട്, ഫ്രണ്ടിൽ നിന്ന് കാണുന്ന പോലെയല്ല. ഡോർ ഹാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞൻ ഡോർ ഹാൻഡിലൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി സൈഡിലായിട്ട് വരികയാണെങ്കിൽ അമ്മ പറഞ്ഞു ആ ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മറ്റൊരു വലിയ ഹൈലൈറ്റ് എന്നൊക്കെ തോന്നിയെന്ന് വെച്ചാൽ ഇതിന് ഇന്ത്യയിലേക്ക് ഭയങ്കര ലൈറ്റ് പാസിംഗ് ആണ്. പക്ഷേ നല്ല വിൻഡോസാണ്, പക്ഷേ വലിയ വലിയ വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് നല്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നല്ല വെളിച്ചം ഉണ്ടാവും ഇന്ത്യയിൽ. അത് ഒരു ഭയങ്കര ഒരു നല്ല പോകാനാണ്. കാരണം വെച്ചാൽ പല വണ്ടികളിലും നമുക്ക് ചെറിയ ഗ്ലാസും കൊടുത്തിട്ട് ഉള്ളിലേക്ക് ഒരു വെളിച്ചം വരാത്ത രീതിയിലാണ് സാധാരണ കാണാറ്. ഇതാകുമ്പോൾ നല്ല ഗ്ലാസ് നല്ല വിസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്.
റിയറിലെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ പണ്ട് കണ്ട സെയിം ടയേഴ്സിന് 235 17 or 16 ഇഞ്ച് ടയേഴ്സൊക്കെ തന്നെയാണ് റിയറിലും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു 4x4 ഓപ്ഷൻ വേറെ വരുന്നുണ്ട്. ഇത് 4x2 ഓപ്ഷനാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഹാർഡ് ടോപ്പായിട്ടും സോഫ്റ്റ് ടോപ്പായിട്ടും അതിനൊരു 2 ഡോർ ഓപ്ഷൻ വരെ വന്നിട്ടുണ്ടായിരുന്നു ഈ വാഹനം. അത് വലിയ ഹൈലൈറ്റ് ആയിക്കാറ് കേട്ടോ. അതിൽ 2 ഡോർ ബാക്കി നമുക്ക് സോഫ്റ്റ് ടോപ്പായിട്ടും ബാക്കി ഹാർഡ് ടോപ്പായിട്ടും അങ്ങനെ ഓപ്ഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു 4 ഡോർ 4x2 ഓപ്ഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന മോഡൽ എന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും അട്രാക്ട് ചെയ്തത് അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ കാണാത്തൊരു വണ്ടിയിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് സ്പേസ് ആണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ ടൈലൈറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ടൈലൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ വേണം ഫോട്ടോയിൽ ഇവിടെ അൾട്ടോൻ്റെ ടൈലൈറ്റ് കാണിച്ചു തരാം. ഏകദേശം ചെറിയൊരു ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കോപ്പി ആയിരിക്കും, എനിക്കറിയില്ല. അത് കോമൺ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത്. പക്ഷെ എന്നാലും പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റായിട്ട് അൾട്ടോയുടെ ടൈലൈറ്റാണ് ഫീൽ ചെയ്തത്. നിങ്ങൾ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാമല്ലോ, എല്ലാവർക്കും തോന്നുന്നുണ്ടാവുന്നു. റിയറിൽ നമുക്ക് ബോഡി പാർട്ടിനെക്കാട്ടി കൂടുതലായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ് ആണ്. ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് നമുക്ക് ഇതിൻ്റെ ബമ്പർ വന്നിട്ടുള്ളത് ഈ ഒരു പോർഷൻ അടക്കം ബോഡി ഞാൻ പറഞ്ഞില്ല, റിയറിൽ ബോഡിയേക്കാൾ കൂടുതൽ വന്നിട്ടുള്ള ആ ഒരു ബമ്പർ പോർഷനാണ് കൊടുത്തിട്ടുള്ളത്. അതിലായിട്ട് നമുക്ക് നല്ലൊരു സ്പേസ് നമുക്ക് ബാക്കിൽ വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പിനി ടയർ കാണാൻ പറ്റും. സ്പെയർ വീല് ബാക്കിലാണ് പ്ലേസിങ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ഈ ഒരു പോർഷനൊക്കെ വലിയൊരു ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലായിട്ട് വരാൻ ഇവിടെ ഈ ഒരു താഴെ ഭാഗത്തൊക്കെ നമ്മുടെ ടയോട്ട എന്നുള്ളൊരു ബ്രാൻഡിങ് ആണ് കൊടുത്തിട്ടുണ്ട്. റിയറിൽ ഇതിൻ്റെ ടൈലൈറ്റ് നോക്കുകയാണെങ്കിൽ ഇതൊരു ഡിസൈനിങ് പാർട്ടാണ്. പക്ഷേ ഈ സൈഡിലേക്ക് വരുമ്പോൾ അതൊരു ഡിസൈനിങ് പാർട്ടല്ല, ഇത് യൂട്ടിലിറ്റിയാണ്. ഡോർ അൺലോക്ക് വന്നിട്ടുണ്ട്, ലോക്ക് ചെയ്യാനുള്ള സിസ്റ്റം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 99 മോഡൽ റിയർ വൈപ്പർ വിത്ത് റിയർ വൈപ്പർ വാഷർ കാര്യങ്ങൾ അന്നത്തെ കാലത്ത് തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു മോഡലിൽ എന്ന് പറയാം. അപ്പോൾ RAV4J എന്നുള്ളൊരു ബ്രാൻഡിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത്ര നമുക്ക് ഒരു റിയർ സൈഡിൽ പറയാനല്ലോ. സത്യം പറഞ്ഞാൽ ഇത് 4x2 ഓപ്ഷനാണ്. ഇത് 4x4 വരുന്നുണ്ട്. 4x4 വണ്ടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിലുള്ള വണ്ടി വെച്ചാൽ പഴയ ഗ്രാൻഡ് വിറ്റാറെ ഓർമ്മ ഉണ്ടാവുമല്ലോ പലർക്കും, സുസുക്കിയുടെ. അപ്പോൾ അതിലും നമുക്ക് 4x4 വന്നിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത് 4x4 ആണെങ്കിൽ തന്നെ ഇതിനായിട്ടൊക്കെ കമ്പയർ ചെയ്യാം. പക്ഷേ സംഭവം കമ്പയർ ചെയ്യാൻ പാടില്ല. ഇൻറ്റീരിയർ സൈഡിലായിട്ട് വരികയാണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇത് ആദ്യം തന്നെ ഓർക്കണം കേട്ടോ, 99 മോഡലാണ് വണ്ടി. എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഫീച്ചേഴ്സ് പറയാം. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ പവർ വിൻഡോ കാണാൻ പറ്റും. ഡോർ ലോക്ക്, എല്ലാ ഡോർ ലോക്കും അതേമാതിരി നമുക്ക് പവർ വിൻഡോ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. 99ലാണ് കേട്ടോ. പിന്നെ അതേമാതിരി ഇതാണ് ഡോർ ഹാൻഡിൽ വന്നിട്ടുള്ളത്. സൗണ്ട് സിസ്റ്റം, സ്റ്റോറേജ് സ്പേസ്, വലിയ ഡോർ ഹാൻഡിൽ, ഡുവൽ കളറായിട്ട് വരുന്ന രീതിയിലുള്ള ഡോർ പാഡാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്കൊരു ഫാബ്രിക് പോർഷനാണ് ഈ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു പോർഷനായിട്ട് വരികയാണ് സീറ്റ് നോക്കുകയാണെങ്കിൽ 2 കളറിലായിട്ടുള്ള ഒരു പാറ്റേണോട് കൂടിയിട്ടുള്ള സീറ്റാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മളിവിടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പജേറോയിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു സംഭവം. ഇതിൻ്റെ ഹെഡ് റെസ്റ്റിൻ്റെ സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് ഇടുന്നത്, ആ സംഭവം തന്നെ ഇതിലും വന്നിട്ടുള്ളത്. പിന്നെ ഇന്ത്യയിലായിട്ട് വരികയാണെങ്കിൽ എനിക്ക് ആദ്യം ഈ ഒരു സ്റ്റിയറിംഗ് കണ്ടപ്പോൾ ഫസ്റ്റ് എനിക്ക് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സുപ്രണ്ട്, കേരളത്തിലെ നമ്മളെ മിഥുൻ വെട്ടത്തിൻ്റെ സുപ്രണ്ട്. അപ്പോൾ അങ്ങനെ വണ്ടിയിൽ ഇതേ സെയിം ഫീലിലുള്ള സ്റ്റീരിംഗ് വീലാണ്. പക്ഷേ അത് ലെക്സസിൻ്റെ ബ്രാൻഡിങ് ആണെന്നുള്ളൂ. ഇതേ ഫിഗർ തന്നെയാണ് വന്നിട്ടുള്ളത്. അതാണ് എനിക്ക് ഫസ്റ്റായിട്ട് ഓർമ്മ വന്നത്. ഞാൻ അതിൻ്റെ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നോക്കണം, ഇതിൽ ഒറിജിനൽ സ്റ്റിയറിംഗ് വീലാണ് കേട്ടോ. ഇത് മാറ്റിയിട്ടൊന്നുമില്ല. ഈ RAV4ൽ ഒറിജിനലായിട്ട് വരുന്ന സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത് ഇത്. അപ്പോൾ ഇത് ആ സുപ്രയിൽ നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഇതേ സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെ കണ്ടിട്ടുള്ളത്. പിന്നെ ഇതിൽ നമുക്ക് എയർ ബാഗ് വരുന്നുണ്ട്. ഇവിടെ ഒരു എയർ ബാഗ് കാണാം, ഇവിടെ ഒരു എയർ ബാഗ് കാണാം. അങ്ങനെ ഇവിടെ തന്നെ 2 എയർ ബാഗ് 99 വന്നിട്ടുണ്ട് എന്ന് പറയാം. ഇനി ക്ലസ്റ്ററിലായിട്ട് വരികയാണെങ്കിൽ 2 അനലോഗ് ക്ലസ്റ്റേഴ്സാണ് വന്നിട്ടുള്ളത്. 3 അനലോഗ് ക്ലസ്റ്റേഴ്സാണ് വന്നിട്ടുള്ളത്. ഒന്നിൽ നമുക്ക് 180 ആണ് സ്പീഡ് കാണിക്കുന്നത്. പിന്നെ RPM ഗേജ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഫ്യൂവലിൻ്റെ ഗേജ്, എൻജിൻ ടെമ്പറേച്ചർ കാരണം കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് വരികയാണെങ്കിൽ നമുക്ക് സീറ്റ് ബെൽറ്റിൻ്റെ വാർണിംഗ്, ഡോറിൻ്റെ അലാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കണത് ഫീച്ചേഴ്സാണ്, ലോട്ട്സ് ഓഫ് ഫീച്ചേഴ്സാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. സൈഡിലായിട്ട് നമുക്ക് മിററിൻ്റെ ഇലക്ട്രിക് മിറേഴ്സാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൺട്രോൾ ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ സൈഡിലായിട്ട് വരാൻ നമുക്ക് ഇവിടെ DVD പ്ലെയർ, മ്യൂസിക് സിസ്റ്റം വന്നിട്ടുണ്ട്. പിന്നെ വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇത് നമുക്ക് മെനു എന്നായിരിക്കും ഈ സംഭവത്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ മനു എന്നാണ്. ഇതിൽ പിന്നെ പവറിൻ്റെ PWR എന്നും കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഡീഫോക്കിംഗ് സിസ്റ്റത്തിൻ്റെ റിയറിലെ ഗ്ലാസ്സിൽ നമുക്ക് ഡീഫോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൺട്രോൾ കാണാൻ പറ്റും. പിന്നെ ഹസാർഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ആണ് വന്നിട്ടുള്ളത്. ഇതാ നമുക്ക് പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് 2 ലോ, ഇത് ലോ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് 4x2 ഓപ്ഷനാണ്, എന്നാൽ പോലും നമുക്ക് ഇത് ലോ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. പിന്നെ അതേമാതിരി ഹാൻഡ് ബ്രേക്ക് ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റും. അതിൽ പൈസയുണ്ട്.
ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫ്ലോർ മാറ്റ്. അതിൻ്റെ വൃത്തിയൊക്കെ കണ്ടില്ല, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് പറയാം. പിന്നെ ഇവിടെ ക്ലോക്ക്. പിന്നെ ഈ ഒരു പോർഷൻ നമുക്ക് ഡ്രൈവർ ഓറിയൻറ്റഡ് ആയിട്ടാണ് നമുക്ക് ഡാഷ്ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ SRS എയർ ബാഗ്, അതേമാതിരി ഗ്ലൗ ബോക്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിററാണ്, നമുക്ക് ഡേ നൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൺവൈസർ നോക്കുകയാണെങ്കിൽ സൺവൈസറിൻ്റെ മറ്റൊരു പ്രത്യേകത ഉണ്ട്, ഇങ്ങോട്ട് കയറി നിൽക്കേണ്ട രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെയിൽ അങ്ങനെ രീതിയിൽ അടിക്കാത്ത രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലൈറ്റ്സ് കാണാൻ പറ്റും, കണ്ടാ ഓരോ സെപ്പറേറ്റ് ലൈറ്റ് വന്നിട്ടുണ്ട്, അതൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിത് ഒരു മിററാണ് വന്നിട്ടുള്ളത്. ഇത് മിററാണ്, അത് മാഗ്നറ്റാണ് കേട്ടോ. ഈ ഒരു സംഭവം മാഗ്നറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സംഭവം പക്കായി. അപ്പോൾ ഇത്ര നമുക്ക് ഈ ഒരു കോക്പിറ്റിൽ നിന്നും പറയാനുള്ളത്. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സംഭവം. കാരണം വെച്ചാൽ ഞാൻ ഇത്രയും പഴയ വണ്ടിയിൽ ഇത്രയും ഫീച്ചേഴ്സ് കൊടുക്കണമെങ്കിൽ സംഭവം ഇപ്പോഴത്തെ വണ്ടിയിലിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊന്നും ഫീച്ചറല്ല ഇപ്പോഴത്തെ ആൾക്കാർ ഇത് പറയുമ്പോൾ. പക്ഷേ ഇത് നോക്കണം, ഇത് എന്ന് വന്ന വണ്ടിയാണെന്ന്. 1999 2000 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. അന്നത്തെ കാലത്ത് ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഇതപ്പോൾ എത്രത്തോളം ലക്ഷറി വാഹനമായിരിക്കും വന്നതെന്ന് ആലോചിച്ചാൽ മതി. റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു 5 സീറ്റർ വാഹനമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ബാക്കിൽ ഇത്രയും ബൂട്ട് സ്പേസ് വന്നിട്ടുണ്ട്, കാണാൻ പറ്റും. ഇത്രയും ബൂട്ട് സ്പേസാണ് നമുക്ക് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. റിയറിൽ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ സഞ്ചരിക്കാവുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 3 ആൾക്ക് സുഖമായിട്ട് സഞ്ചരിക്കാം. പിന്നെ സെൻട്രൽ ടണൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെറിയ രീതിയിൽ ബൾജായി നിൽക്കുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫയൽ പോക്കറ്റ് വന്നിട്ടുണ്ട്. ഇനി ഡോർ ഹാൻഡിലായിട്ട് വരികയാണെങ്കിൽ ഡോർ പാഡിലായിട്ട് വരികയാണെങ്കിൽ ഒരു ഡോർ അൺലോക്ക്, പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡോർ അൺലോക്ക് ആണെങ്കിൽ കാണാൻ പറ്റും. ഡോർ ഹാൻഡിൽ വലിയൊരു ഹാൻഡിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര നമുക്ക് ഒരു ഇൻറ്റീരിയർ സൈഡിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എൻജിൻ റൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജപ്പാനാണെന്ന് കാണിക്കാനുള്ള കുറേ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ഫോൺ നോക്കൂ, ജപ്പാനാണ്. ഇവിടെ അവിടെ ഇല്ല. പിന്നെ ഇതാ ഇതിമൊക്കെ ജപ്പാനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്താ ടൊയോട്ട മോട്ടോർ കോർപ്പറേഷൻ ജപ്പാൻ എന്ന് കാണാൻ പറ്റും. അപ്പോൾ ജപ്പാനിലാണ് ഇത് മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ളത്. അപ്പം ഡയറക്റ്റ് ഇമ്പോർട്ടഡ് വെഹിക്കിളാണ്. അന്നത്തെ കാലത്തൊക്കെ കുറേ വാഹനങ്ങൾ ഇമ്പോർട്ടഡ് വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇതൊന്നും കാണാത്തത്. ഇപ്പം നമുക്ക് ഇമ്പോർട്ടഡ് വണ്ടികളൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഒരു 2 ലിറ്റർ ഇൻലൈൻ 4 സിലിണ്ടർ പെട്രോൾ ഓട്ടോമാറ്റിക് എഞ്ചിനാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ നമുക്കൊരു എഞ്ചിൻ റൂമിൽ പറയാനുള്ളത്. ഒരു 99 മോഡൽ വാഹനത്തിൽ ഇത്രയും ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ചില്ലറ സംഭവമല്ല. അപ്പോൾ എല്ലാവരും 999 മോഡൽ ടൊയോട്ട RAV4ൻ്റെ റിവ്യൂ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വണ്ടി സെയിലിനുള്ളതാണ്. ഇത് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ താഴെ ഒരു കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വണ്ടി വേണമെങ്കിൽ സ്വന്തമാക്കാം. അപ്പോൾ ഒരു റയർ വണ്ടിയാണ്, സ്വന്തമാക്കണമെങ്കിൽ സ്വന്തമാക്കാം. അപ്പോൾ ഇത്ര നമുക്ക് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു സ്ഥലം കിടിലം വണ്ടിയിട്ടും കിടിലം വീടിട്ടും വരാം. അതുവരേക്കും ബൈ ബൈ.